ഓം നമോ അസ്തു സർപ്പേഭ്യോ ഏകേ ച പൃഥിവീമനു യേ അന്തരിക്ഷേ യേ ദിവിതേഭ്യഃ സർപ്പേഭ്യോ നമഃ യോധോരോ ജനേ ദിവോ യേവ സൂര്യസ്യ രശ്മിഷു യേഷാമപ്സു സധക്രതം തേഭ്യഃ സർപ്പേഭ്യോ നമഃ യായിഷവോ യാദുദാനാനാം ഏവ വനസ്പതിഗം രനു ഏവ വടേഷു ശേരധേ തേഭ്യഃ സർപ്പേഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിദ്യാവാരധി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ, ഗുരുവായൂർ ജ്യോത്സ്യർ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം സർപ്പപൂജ, നാഗപൂജ, സർപ്പശാന്തി, നാഗശാന്തി, സർപ്പാരാധന, നാഗാരാധന ഇവയെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിശേഷ മന്ത്രങ്ങളും അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഒരു വ്യാഖ്യാനമാണ് നിങ്ങൾക്ക് നൽകാനിരിക്കുന്നത്. നമ്മൾ കേരളഭൂമി നാഗഭൂമിയാണ് എന്ന് തമിഴ് ലിറ്ററേച്ചറിലെല്ലാം പറയുന്നുണ്ട്. പാമ്പിനെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിശേഷ വ്യവസ്ഥയാണ് സർപ്പാരാധന അല്ലെങ്കിൽ നാഗാരാധന. പ്രാചീന കാലം മുതൽ തന്നെ ലോകത്തിൽ പലയിടങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്ന് വരുന്നുമുണ്ട്. ഇതിൽ തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതി ശക്തികളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർപ്പാരാധന നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു ചര്യ. നാഗ ആരാധന എന്നുള്ളത് ഇപ്പോഴല്ല, പല കാലങ്ങളായിട്ടുള്ളതാണ്. കുടുംബത്തിലെ സന്താനമില്ലായ്മ, കുടുംബഛിദ്രം, ത്വഗ്രോഗങ്ങൾ, ഇതിനുള്ള എല്ലാ പരിഹാരങ്ങളായിട്ട് ഈ നാഗ ആരാധനയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേദകാലങ്ങൾ മുതൽ തന്നെ ഈ നാഗ ആരാധന എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥാവിശേഷം ഇവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, സകലവിധമായ ഇന്ത്യ മുഴുവനായിട്ടും എല്ലാ ദേശങ്ങളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സർപ്പങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ രൂപം മാറാനുള്ള വ്യവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും കൂടെ ഉണ്ട്. അങ്ങനെ ഇതിൽ 3 വിധമായിട്ടുള്ള സർപ്പങ്ങളാണ്, നാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ആകാശചാരികളായിട്ടുള്ള പറനാഗങ്ങൾ, ഭൂതലവാസികളായിട്ടുള്ള സ്ഥലനാഗങ്ങൾ, പാതാളവാസികളായിട്ടുള്ള കുഴിനാഗങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നാഗങ്ങളെ പറ്റി പറയുന്നത്. അപ്പോൾ ദേവതമാരും നാഗങ്ങളും തമ്മിൽ ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അനന്തനാഗത്തിലാണ് മഹാവിഷ്ണു ശയിക്കുന്നത്. ശിവനാഗമാണ്. ശിവനാഗം കണ്ഠാഭരണമാണ്. ഗണപതിക്ക് പൂണൂല് നാഗമാണ്. ദുർഗയ്ക്ക് ആയുധം നാഗമാണ്. കാളിക്ക് വള നാഗമാണ്. സൂര്യന് 7 കുതിരകളെയും പൂട്ടാനുള്ള കയറ് നാഗങ്ങളാണ്. ത്വരിതാദേവിക്ക് കുണ്ടലം നാഗമാണ്. നീലസരസ്വതിക്ക് മാല നാഗമാണ്. ശ്രീകൃഷ്ണന് കളിയാടാൻ കാളിയ ഫണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗരുഡന് ആഭരണമാണ്. വരാഹമാതാവിന്
വാരാഹി എന്ന് പറയും. ഇരിപ്പിടം ശേഷനാഗമാണ്. വരുണന് പാമ്പാണ് പത്തിക്കുടയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവതാസങ്കല്പമായിട്ട് ഈ പാമ്പുകൾക്ക് അതിവിശേഷമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ താന്ത്രിക വിദ്യയിൽ സർപ്പശക്തി എന്നുള്ളത് കുണ്ടലിനി ശക്തിയാണ്. കുണ്ടലിനി ശക്തിയെ ആരാധനാ സമ്പ്രദായത്തിലൂടെ നല്ല രീതിയിലുള്ള ശക്തിയായിട്ട്, പോസിറ്റീവ് എനർജിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് താന്ത്രിക വിദ്യ എന്നാണ് താന്ത്രിക സങ്കല്പം. ജ്യോതിഷത്തിലാണെങ്കിൽ നാഗസങ്കല്പം രാഹു കേതുക്കൾ ദേവതയായിട്ടുള്ള ഒന്നാണ്. ആയില്യ നക്ഷത്രത്തിൻ്റെ ദേവതയും നാഗങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതീയ നൃത്തകലയിൽ നാഗനൃത്തം എന്നുള്ളതായിട്ടുള്ള വിശേഷമായിട്ടുള്ള നൃത്തം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വാദ്യങ്ങളിൽ നാഗവീണ എന്നൊക്കെയുണ്ട്. അതുപോലെ പുരാണങ്ങളിലെ നാഗാസ്ത്രം എന്നുള്ള അസ്ത്രം ഒക്കെയുണ്ട്. ഇതുപോലെ തന്നെ ഈ നാഗപഞ്ചമി, നാഗചതുർത്ഥി അങ്ങനെ രണ്ടെണ്ണമുണ്ട്. അതായത് ഗരുഡപഞ്ചമി എന്നും കൂടെ പറയാറുണ്ട്. അതായത് തുലാമാസത്തിലാണ് ഈ ഗരുഡപഞ്ചമിയും നാഗചതുർത്ഥിയും ഒക്കെ വരുന്നത്. എന്നാലും കൂടെ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നതായിട്ടുള്ള കന്നിമാസത്തിലെ ആയില്യം വളരെ വിശേഷപ്പെട്ട ഒരു ഇതാണ് എന്നുള്ളതിൽ നമുക്കതിൽ സംശയങ്ങൾ ഒന്നും ഇല്ല തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആയില്യ നക്ഷത്രം എന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നാഗങ്ങളുടെ നക്ഷത്രമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ കന്നിമാസം എന്നുള്ളതും ഈ നാഗങ്ങൾക്ക് അത് വിശേഷമാണത്രേ. അന്നാണ് അവരുടെ പിറന്നാൾ എന്നൊക്കെയാണ് പറയുന്നത്. നാഗചതുർത്ഥിയും നാഗപഞ്ചമിയും ചേരുന്നതായിട്ടുള്ള ദിവസങ്ങളിലാണ് കദ്രുവും വിനിതയ്ക്കുമായി പിറന്നിട്ടുള്ള നാഗങ്ങൾക്കും ഗരുഡനും തമ്മിൽ ഒരു 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 ഉടമ്പടിയൊക്കെ ഉണ്ടായത് എന്നൊക്കെയുള്ള ഒരു കഥകളെല്ലാം നമുക്ക് അറിയാം. ജനറലായിട്ട് ജ്യോതിഷപരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ രാഹു ജാതകത്തിൽ അനിഷ്ടസ്ഥിതിയിലാണെങ്കിൽ ആ ദശാകാലത്ത് സർപ്പാരാധനം അവശ്യമേവകരണം സമ്പത്തി പുത്രാപ്തയെ എന്നൊക്കെയാണ് പറയുന്നത്. സർപ്പ ആരാധനം വളരെ അത്യാവശ്യമാണ്. തറവാട്ട് കാവുകളെ സംരക്ഷിക്കുക, അവിടെ പാരമ്പര്യമായിട്ട് ആചരിച്ചു വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ മുടങ്ങാതെ വിധിപ്രകാരം തുടരുക, സർപ്പബലി, സർപ്പപ്പാട്ട് എന്നിവ നടത്തുക. അതുപോലെ തന്നെ കുടുംബത്തിലെ കാവുകളില്ലാത്തവർക്ക് ഭവനത്തിൽ വെച്ച് തന്നെ ഉത്തമ പുരോഹിതരെ കൊണ്ട് പത്മമിട്ട് സർപ്പപൂജ നടത്തിച്ച് നൂറും പാലും കഴിപ്പിക്കാം. രാഹു ജാതകത്തിൽ രാഹു മേടം, ചിങ്ങം, മകരം, കുംഭം രാശികളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ശൈവമൂർത്തിയായിട്ടുള്ള വാസുകിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാട് കഴിക്കുക. മിഥുനം, കന്നി, ധനു, മീനം രാശികളിലാണ് രാഹു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈഷ്ണവമൂർത്തിയായിട്ടുള്ള അനന്തനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇടവം, കർക്കടകം, തുലാം, വൃശ്ചികം രാശികളിലാണ് രാഹു ജനനജാതകത്തിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നാഗയക്ഷികളെ പ്രീതിപ്പെടുത്തുക. രാഹു ലഗ്നത്തിലോ അല്ല ലഗ്നത്തിലാണ് നിൽക്കുന്നത് രാഹു എന്നുള്ളവർക്ക് പാല്, ഇളനീര് ഇവയെല്ലാം നാഗങ്ങൾക്ക് അപ്പപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് നല്ലതാണ്. നാഗരാജാവിനായിട്ടോ നാഗയക്ഷിക്കോ ആയിട്ട് അഭിഷേകം എല്ലാ മാസവും നടത്താം. ഇതുപോലെ തന്നെ ത്വക്ക് രോഗശാന്തി ഉണ്ടാവും. അതുപോലെ തന്നെ രാഹു 6-ലോ 8-ലോ 10-ലോ അല്ല മറ്റുള്ള അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സർപ്പബലി നടത്തുക. 12-ലെ രാഹു ആണെങ്കിൽ പാട്ട് നടത്തുക. 7-ലാണ് രാഹു എന്നുണ്ടെങ്കിൽ പാട്ടും തുള്ളലും നടത്തുക. 4-ലാണ് രാഹു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സർപ്പപ്രതിമ സമർപ്പണം ചെയ്യുക. രോഹിണി, അത്തം, തിരുവോണം, ഭരണി, പൂരം, പൂരാടം, ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാർ രാഹുദശയിൽ വിധിപ്രകാരം സർപ്പപ്രീതി വരുത്തിയാൽ വളരെ അനുകൂലത ഉണ്ടാവും. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രങ്ങൾ അധിപനായിട്ടുള്ള രാഹുവാണ്. ഇവർ നിത്യവും
സർപ്പ കാവലുകളിൽ ദർശനം നടത്തുന്നത് അധിക ശ്രേയസ് ഉണ്ടാക്കുന്നതാണ്. രാഹുദോഷ ശാന്തിക്കായിട്ട് ആയില്യം നാളുകളിൽ ജന്മനക്ഷത്രമായിട്ടോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ ആയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നത് കൂടുതലായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഉപാധിയാണ്. രാഹുവിന് വ്യാഴബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉത്തമ സർപ്പമാണ് എന്നും, ചന്ദ്രബന്ധമാണെങ്കിൽ അധമസർപ്പമാണ് എന്നും, ശനിബന്ധമാണെങ്കിൽ ഈ കല്ലുരുട്ടി സർപ്പമാണെന്നും, ശുക്രബന്ധമാണെങ്കിൽ പുള്ളുവ സർപ്പമാണെന്നും, സൂര്യബന്ധമാണെങ്കിൽ നാഗരാജാവാണെന്നും, രാഹുവിന് ശുക്രചന്ദ്രന്മാരുടെ പൂർണ്ണബന്ധം വരികയാണെങ്കിൽ നാഗയക്ഷിയാണ് എന്നുണ്ടെങ്കിലും, രാഹുവിന് ചന്ദ്രനും കുജനുമാരുടെയും ബന്ധം വരികയാണെങ്കിൽ നാഗചാമുണ്ടിയാണ് എന്നെല്ലാം വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയുടെ ആധിപത്യം തന്നെ നാഗങ്ങൾക്കാണ് എന്നതിനാൽ അവരെ വേണ്ട പോലെ ഉപചരിക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള ആഹാരങ്ങളെല്ലാം കൊടുക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള ബലി ഇത്യാദികൾ ചെയ്യുക, ഇത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തെ തരും എന്നാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ പരശുരാമനാണ് ഈ കേരളത്തിന് നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. സർപ്പശല്യം ഇല്ലാതാക്കണമെന്നും ജലത്തിൽ ലവണാംശം ഒഴിവാക്കി കൊടുക്കണമെന്നും അതിനുവേണ്ടിയായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സർപ്പാരാധനം ചെയ്യണം എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. പ്രാചീന കേരളം സർപ്പക്ഷേത്രമാണ് എന്ന് പല തമിഴ് ലിറ്ററേച്ചറിലും കാണുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ അധികമായിട്ടുള്ള സർപ്പക്ഷേത്രങ്ങൾ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയമേ ഇല്ല. ഇതിൽ ഹിന്ദു ഐതിഹ്യപ്രകാരം നമുക്ക് ഇർവരൻ, ധൃതരാഷ്ട്രൻ, ഗ്ലാവൻ, അജഗാവൻ, ശരിപ്രഷ്ടൻ, ശിഖൻ, അതിശിഖൻ എന്നതാണ് അഷ്ടനാഗങ്ങൾ എന്നുണ്ടെങ്കിലും കൂടെ നമ്മൾ ഭാഷയിൽ പറഞ്ഞു വരികയാണെങ്കിൽ ശേഷൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ എന്നിവരാണ് ഈ അഷ്ടനാഗങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ടുള്ള തന്നെ ഗാണ്ഡവദഹനം നടന്ന മണ്ണ് ശാലയായി മാറിയ മണ്ണാർശാല, ആലപ്പുഴയിലെ ഹരിപ്പാടിനടുത്താണ് മണ്ണാർശാല, തൃശ്ശൂരിലെ മാളയ്ക്കടുത്തുള്ള പാമ്പുമേക്കാവ്, കൊല്ലത്തെ തൃപ്പാര ക്ഷേത്രം, തിരുവനന്തപുരത്തെ അനന്തങ്കാട് ക്ഷേത്രം, മഞ്ചേശ്വരത്ത് മദനേശ്വര ക്ഷേത്രം, ആലപ്പുഴയിലെ വെട്ടിക്കോട്ട് ആദിമൂലം നാഗനാഗ ക്ഷേത്രം, കണ്ണൂരിലെ പെരരിശ്വര ക്ഷേത്രം, എറണാകുളത്തെ ആമേടമംഗല ക്ഷേത്രം, മാന്നാറിലെ പന്നയാർകാവ്, തിരുവില്ലാമല പാമ്പാടി നാഗരാജ ക്ഷേത്രം, അങ്ങനെ അനേക ക്ഷേത്രങ്ങൾ ഈ നാഗ ആരാധനയ്ക്കായി തന്നെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് നാഗങ്ങളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. നാഗരാജാവ്, നാഗയക്ഷി, നാഗദൈവങ്ങൾ, സർപ്പദൈവങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ആരാധന ഉണ്ട് താനും. ഇനിയിപ്പോൾ നാഗവഴിപാടുകൾ, നാഗത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംശയം വരികയാണെങ്കിൽ വള്ളരി നൈവേദ്യം, ആയില്യപൂജ, നൂറുംപാലും നടത്തുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും, പാട്ട്, ധാന്യം, ദിവ്യാഭരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വിദ്യാസത്കീർത്തിയും, ഉപ്പ് നൽകുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടു കിട്ടുകയും, മഞ്ഞൾ നൽകുകയാണെങ്കിലും വിഷനാശവും, ചേന നൽകുകയാണെങ്കിൽ ത്വഗ്രോഗശമനവും, കുരുമുളക്, കടുക്, ചെറുപയർ തുടങ്ങിയവ രോഗശമനത്തിനും, നെയ്യ് ദീർഘായുസ്സിനും, വെള്ളി, സ്വർണം എന്നിവ നിർമ്മിച്ച സ്വരൂപം പാമ്പും മുട്ടയും കൂടെയായി നൽകുകയാണെങ്കിൽ സർപ്പദോഷ പരിഹാരവും, പാല്, കദളിപ്പഴം, നെയ്പ്പായസം എന്നിവ ഇഷ്ടകാര്യ സിദ്ധിക്കും, നൂറുംപാലും സർപ്പബലിയും ആയില്യപൂജയും ഉരുളികമത്തലും സന്താനലാഭത്തിനും, പായസഹോമം, പാലും പഴം, അപ്പം, അവില്, കരുക്ക് എന്നിവ നൽകുന്നത് സർപ്പഹിംസാദി ദോഷപരിഹാരത്തിനും ഉത്തമമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിലെ നാഗത്തയ്യം, നാഗത്തോറ്റം, അതുപോലെയായിട്ടുള്ള തുള്ളൽ, അത് കളമെഴുത്ത് പാട്ട്, സർപ്പപ്പാട്ട്, പുള്ളുവം പാട്ട്, ഉരുളികമത്തൽ എന്നെല്ലാം ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നതായിട്ടുള്ള ഓരോ വിശേഷ ഇതാണ്. അങ്ങനെ പലവിധമായിട്ടുള്ള നാഗ ആരാധനകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് താനും. ഇപ്പോൾ ആയില്യവ്രതം എന്നുള്ളത് വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള വ്രതമാണെന്ന് പറഞ്ഞല്ലോ. കന്നിമാസത്തിലെ ആയില്യമാണ് ഈ പ്രധാന വിശേഷമായിട്ടുള്ള ദിവസമായിട്ട് നമ്മൾ നാഗദൈവങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്നത്. നാഗം ദേവതയായിട്ടുള്ള ആയില്യ നക്ഷത്രമാണ് നാഗപൂജയ്ക്ക് ഉത്തമമായിട്ട് വരുന്നത്. അപ്പോൾ കന്നിമാസവും ആവാം, തുലാമാസവും ആവാം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കൂടെ കന്നിമാസത്തിലാണ് അധികമായിട്ട് നമ്മൾ ഇതിനെ പ്രാധാന്യമായി ഉപചരിച്ച് വരുന്നത് താനും. അന്ന്
എല്ലാ എല്ലാ നാഗങ്ങളും ഈ ലോകത്തിലേക്ക് വന്ന് ആ ആരാധന സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടെയുണ്ട്. ആയില്യം വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തൊട്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വ്രതത്തിന് തയ്യാറാവണം. തലേ ദിവസം തന്നെ പാമ്പുകാവ് പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആ ആയില്യ ദിവസം ഒരിക്കലെന്ന് പറയുമല്ലോ, ഒരിക്കലൂണ്. അതുപോലെ തന്നെ പകലുറക്കം പാടില്ല. സദാ സർവകാലവും ഓം നാഗരാജായ തേ നമഃ, ഓം നാഗദേവിനേ നമഃ, ഓം നാഗരാജായ തേ നമഃ, ഓം നാഗദേവിനേ നമഃ, ഓം നാഗരാജായ തേ നമഃ, ഓം നാഗദേവിനേ നമഃ എന്ന് ജപിച്ചുകൊണ്ട് ആ ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടുക. അങ്ങനെ പൂജാവിധികൾ അതാത് ക്ഷേത്രങ്ങളിൽ പറഞ്ഞ രീതിയിലുള്ള പൂജാവിധികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഈ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ പലവിധമായിട്ടുള്ള നാഗങ്ങൾ അനേകങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അഷ്ടനാഗം, നവനാഗം, ദ്വാദശനാഗം എന്നൊക്കെയാണ് പറയുന്നത്. വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, അനന്തൻ എന്ന അഷ്ടനാഗങ്ങളും ആദിശേഷൻ, വാസുകി, അനന്തൻ, തക്ഷകൻ, കർക്കരൻ, പത്മൻ, മഹാപത്മൻ, ശംഖൻ, ഗുളികൻ എന്നുള്ള നവനാഗങ്ങളും സുബദ്ധൻ, അന്തസാരി, കാർക്കോടകൻ, പൃഥുവശസ്, വാസുകി, തക്ഷകൻ, കമ്പളൻ, കേജനൻ, കേമവാലി, ജലേന്ദ്രൻ, വജ്രദംഷ്ടൻ, വിഷൻ എന്ന് 12 ദ്വാദശ നാഗങ്ങളും അങ്ങനെ പലവിധമായിട്ടുള്ള നാഗങ്ങളും ഉണ്ട്. അപ്പോൾ വിശേഷമായിട്ട് സർപ്പബലി എന്നുള്ളതായിട്ടുള്ള വിശേഷ പൂജയാണ് ഈ സർപ്പങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യം. പുള്ളുവമ്പാട്ട് നടത്തുക, അതിനോടനുബന്ധിച്ച് കളമെഴുതി പാട്ട് നടത്തുക, നാഗർക്ക് വേണ്ടതായിട്ടുള്ള പൂജകൾ ഉത്തമമായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് സർപ്പ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സർപ്പത്തിനെ കൊല്ലുക എന്നുള്ളതല്ല. അടുത്തത് സർപ്പദോഷ നിവാരണത്തിനായിട്ട് സർപ്പബലി നടത്തുക, 100 പാല് നിവേദിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, അതുപോലെ തന്നെ മുട്ട എന്നിവ സർപ്പക്കാവിൽ സമർപ്പിക്കുക, പാല്, ഇളനീര്, എണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക. ഇതെല്ലാം വളരെ വിശേഷമാണ്. മാതൃശാപത്തിലെ ചുട്ടുനീർന്ന ഈ ഇവരാണ് നാഗന്മാർക്ക് നാഗശാപം, മാതൃശാപം ഉള്ളത് കൊണ്ട് അവർക്ക് ചൂട് താങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ചൂട് മാറ്റാനായിട്ടാണ് നിറയെ അഭിഷേകം, വെള്ളത്തിൽ നിറയെ പാലൊഴിച്ച് നല്ല കട്ടിപ്പാൽ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നല്ല ചൂടില്ലാത്ത നല്ല പാലായിരിക്കണം. അതുപോലെ തന്നെ മറ്റേ കറന്ന പാലായിരിക്കണം. അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം അഭിഷേകം ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് സർപ്പദോഷം ഉണ്ടാകുന്ന ചൊറി, വ്യാധി, വെള്ളപ്പാണ്ട്, കുഷ്ഠം, നേത്രരോഗങ്ങൾ എന്നിവയൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട് പാടിപ്പിക്കുകയാണെങ്കിൽ സർപ്പദേവതാപ്രീതി ഉണ്ടാവും. സത്പുത്ര ജനനത്തിന് രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് അതിഉത്തമമാണ്. അതുപോലെ തന്നെ എരുക്കുംപൂവും കോവളത്തലയും ചേർത്തിക്കട്ടി നാഗരാജാവിനും നാഗയക്ഷിക്കും ചേർത്തി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ സന്തോഷപ്പെടും എന്നാണ് പറയുന്നത്. നാരായണീയത്തിലെ കാളിയമർദ്ദനം, ഭാഗവതത്തിലുള്ളതായ കാളിയമർദ്ദനം ഇതെല്ലാം പാരായണം ചെയ്യിപ്പിക്കുക. വർഷത്തിലെ 12 പഞ്ചമി തിഥികളിലും ഈ നാഗദേവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സകലവിധമായിട്ടുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും ഈ നാഗദൈവങ്ങൾ തരും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ സ്വർണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ ഉണ്ടാക്കിയ പ്രതിമകൾ സമർപ്പിക്കുക, കവുങ്ങിൻ്റെ പൂക്കല കൊണ്ട് അലങ്കാരം ചെയ്യുക, ചന്ദനം ചാത്തുക, കരുക്ക്, മാല, പനിനീര് എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുക, 100 പാലും എന്നുള്ളതായിട്ടുള്ള വിശേഷ പൂജയും സർപ്പബലിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർപ്പങ്ങളുടെ പ്രീതി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സർപ്പപ്രീതി വരുത്താൻ പല ഉപായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ചില വിഷയങ്ങൾ, ചില മന്ത്രങ്ങൾ ജ്യോതിഷപരമായിട്ടും ശാസ്ത്രപരമായിട്ടും വേദപരമായിട്ടും സ്തോത്രപരമായും പറഞ്ഞിട്ടുള്ള പല മന്ത്രങ്ങളുമുണ്ട്. ആ മന്ത്രങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എന്തെന്ന് നോക്കാം. ഈ മന്ത്രങ്ങൾ നിത്യേന കേൾക്കുന്നത് ഈ പറഞ്ഞതായിട്ടുള്ള രാഹു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉള്ളവർക്ക് നിത്യേന കേൾക്കുക. ഈ വീഡിയോ നിത്യേന ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ മതിയാവും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ വിവരിക്കാം. യജുർവേദത്തിൽ ഉദ്ഭവിച്ചിട്ടുള്ള സർപ്പസൂക്തം. ഓം നമോ അസ്തു സർപ്പേഭ്യോ ഏകേ ച പൃഥിവീമനോ യേ അന്തരിക്ഷേ യേ ദിവിതേഭ്യഃ സർപ്പേഭ്യോ നമഃ ഏധോ വാരോചനേ യേ വാസൂര്യസ്യ രശ്മിഷു
येषामप्सुषधक्रतो तेभ्यः सर्पेभ्यो नमः। या इषवो याधुदानानां ये वा वनस्पतिगं धनु ये वा वटेषु शेरधे तेभ्यः सर्पेभ्यो नमः। इदगं सर्पेभ्यो हविरस्तु जुष्टम् आशेष येष मनुयन्ति चेदः ये अन्तरिक्षं पृथिवीं क्षियन्ति तेन सर्पासो हवमागमिष्टाः। ये रोजने सूर्यस्याभिसर्पाः ये दिवं देवीमनुसञ्चरन्ति येषामाश्रेष अनुयन्ति कामम् तेभ्यः सर्पेभ्यो मधुमज्जुहोमि। इति श्वेदसमायुधैः काले हरित्वमाभन्यैः इन्द्राया हि सहस्रयुगे अग्निर्भिप्राष्टिवसनः वायुश्चेदसि दद्धकः संवत्सरो दिशो वर्णैः नित्यास्तेऽनुचरामस्तवः। सुब्रह्मण्योऽहं सुब्रह्मण्योऽहं सुब्रह्मण्योऽहम्। तत्पुरुषाय विद्महे शेषनागाय धीमहि तन्नो नागः പ്രചോദയാത്. സർപ്പസ്തോത്രം അല്ലെങ്കിൽ നാഗസ്തോത്രം. ബ്രഹ്മലോകീ ജയേ സർപ്പാ ശേഷനാഗപുരോഗമാഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. വിഷ്ണുലോകേ ജയേ സർപ്പവാസുഭിപ്രമുഖാശ്രയേ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. രുദ്രലോകേ ജയേ സർപ്പാത്തക്ഷഗപ്രമുഖാസ്തദാ നമോസ്തു തേഭ്യഃ സുപ്രീതാഃ പ്രസന്നാ സന്തു മേ സദാ. ഖാണ്ഡവസ്യ തദാ ദേഹേ സ്വർഗാഞ്ച യജമാശ്രിതാഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. സർപ്പസത്രേ ജയേ സർപ്പ ആസ്തിഘേനാഭിരക്ഷിതഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. മലയേ ചൈവ യേ സർപ്പാ കാർക്കോടപ്രമുഖാശ്രയേ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. ധർമ്മലോകേ ജയേ സർപ്പാ വൈധരണ്യാം സമാശ്രിതാഃ നമോസ്തു തേഭ്യഃ സുപ്രീതാഃ പ്രസന്നാ സന്തു മേ സദാ. യേ സർപ്പാഃ പർവതാ യേഷു ധാരിസന്ധിഷു സംസ്ഥിതാഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. ഗ്രാമേ വാ യദി വാരണ്യേ യേ സർപ്പാ പ്രചരന്തി ച നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. പൃഥിവ്യാം ചൈവ യേ സർപ്പാഃ യേ സർപ്പാഭിലസംസ്ഥിതാഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. രസാതലേ ജയേ സർപ്പാഃ അനന്താദിമഹാബാഹഃ നമോസ്തു തേഭ്യഃ സുപ്രീതാ പ്രസന്നാ സന്തു മേ സദാ. നാഗ സർപ്പ അഷ്ടോത്തരശതനാമാവളി. ധ്യാനം. നമസ്കരോമി ദേവേശം നാഗേന്ദ്രഹരഭൂഷണ അഭീഷ്ടദായിനേ തുഭ്യം
अहिराजननो नमः। ॐ अनन्दाय नमः। ॐ वासुदेवाख्याय नमः। ॐ तक्षकाय नमः। ॐ विश्वतोमुखाय नमः। ॐ कार्कोडकाय नमः। ॐ महापद्माय नमः। ॐ पद्माय नमः। ॐ शङ्खाय नमः। ॐ शिवप्रियाय नमः। ॐ धृतराष्ट्राय नमः। ॐ शङ्खपालाय नमः। ॐ गुलिघाय नमः। ॐ इष्टधायिने नमः। ॐ नागराजाय नमः। ॐ पुराणपुरुषाय नमः। ॐ अनघाय नमः। ॐ विश्वरूपाय नमः। ॐ महीधारिणे नमः। ॐ कामधायिने नमः। ॐ सुरार्चिताय नमः। ॐ कुन्धप्रभाय नमः। ॐ बहुशिरसे नमः। ॐ दक्षाय नमः। ॐ दामोदराय नमः। ॐ अक्षराय नमः। ॐ गणाधिपाय नमः। ॐ महासेनाय नमः। ॐ पुण्यमूर्तये नमः। ॐ गणप्रियाय नमः। ॐ वरप्रदाय नमः। ॐ वायुभक्षाय नमः। ॐ विश्वधारिणे नमः। ॐ विहङ्गमाय नमः। ॐ पुत्रप्रदाय नमः। ॐ पुण्यपूभाय नमः। ॐ पन्नकेशाय नमः। ॐ भिरेशाय नमः। ॐ परमेष्टिने नमः। ॐ पशुपतये नमः। ॐ पाभनाशिने नमः। ॐ बलप्रदाय नमः। ॐ दैत्यहन्त्रे नमः। ॐ दयारूपाय नमः। ॐ धनप्रदाय नमः। ॐ मदिधायिने नमः। ॐ महामायिने नमः। ॐ मधुवैरिणे नमः। ॐ अहोरघाय नमः। ॐ भुजगेशाय नमः। ॐ भूमरूपाय नमः। ॐ भीमकायाय नमः। ॐ भयावहाय नमः। ॐ शुक्लरूपाय नमः। ॐ शुद्धदेहाय नमः। ॐ शोकहारिणे नमः। ॐ शुभप्रदाय नमः। ॐ सन्धानदायिने नमः। ॐ सर्पाशनाय नमः। ॐ सर्वधायिने नमः। ॐ सरीसृभाय नमः। ॐ लक्ष्मीकराय नमः। ॐ लाभदायिने नमः। ॐ ललिताय नमः। ॐ लक्ष्मणाकृतये नमः। ॐ दयाराशये नमः। ॐ धाशरथये नमः। ॐ धमाश्रयाय नमः। ॐ रम्यरूपाय नमः। ॐ रामभक्ताय नमः। ॐ रणधीराय नमः। ॐ रधिप्रदाय नमः। ॐ सौमित्रये नमः। ॐ सोमसङ्घासाय नमः। ॐ सर्पराजाय नमः। ॐ सदां प्रियाय नमः। ॐ कर्भुराय नमः। ॐ काम्यफलप्रदाय नमः। ॐ किरीटिने नमः। ॐ किन्नरार्चिताय नमः। ॐ पातालवासिने नमः। ॐ परमाय नमः। ॐ फणामण्डलमण्डिताय नमः। ॐ बाहुलेयाय नमः। ॐ भक्तनितये नमः। ॐ भूमिधारिणे नमः।
ഓം ഭവപ്രിയായ നമഃ. ഓം നാരായണായ നമഃ. ഓം ജ്ഞാനാരൂപായ നമഃ. ഓം നഥപ്രിയായ നമഃ. ഓം കാഘോദരായ നമഃ. ഓം കാമ്യരൂപായ നമഃ. ഓം കല്യാണായ നമഃ. ഓം കാമിധാർത്ഥദായ നമഃ. ഓം ഹതാസുരായ നമഃ. ഓം ഹല്യഹീനായ നമഃ. ഓം ഹർഷദായ നമഃ. ഓം ഹരഭൂഷണായ നമഃ. ഓം ജഗദാധന്തിനേ നമഃ. ഓം ജരാഹീനായ നമഃ. ഓം ജാതിശൂന്യായ നമഃ. ഓം ജഗന്മയായ നമഃ. ഓം വന്ദ്യാത്വദോഷനാശനായ നമഃ. ഓം വരപുത്രഫലപ്രദായ നമഃ. ഓം ബലഭദ്രരൂപായ നമഃ. ഓം ശ്രീകൃഷ്ണപൂർവജായ നമഃ. ഓം വിഷ്ണുതുല്യപാവനായ നമഃ. ഓം ഭൽവവർദ്ധനായ നമഃ. ഓം ഭൂധരായ നമഃ. ഓം അനന്താദിമഹാനാഗേഭ്യോ നമഃ. നാഗകന്യകേഭ്യോ നമഃ. നാഗമാതൃഭ്യോ നമഃ. സപ്തകോടിമഹാനാഗേഭ്യോ നമഃ. അനേകകോടി നാനാവിധ പരിമളമന്ത്രപുഷ്പാണി സമർപ്പയാമി. സർപ്പമൂലമന്ത്രം. ഓം നമോ ഭഗവതേ കാമരൂപിണേ മഹാബലായ നാഗാധിപതയേ സ്വാഹ. സർപ്പ ആവാഹന മന്ത്രം. ആഗച്ഛ അനന്തദേവേശ തേജോരാശേ ജഗത്പതേ. ഇമാം മയാ കൃതാ പൂജാ ഗൃഹാണപന്യഘേശ്വര. ആവാഹയാമി സർപ്പേശ ദ്വിഭുജം പീതവാസസം. വീണാപഞ്ചകസംയുക്തം സർവാഭരണഭൂഷിതം. എല്ലാവർക്കും സർപ്പശാന്തി ഉണ്ടാവട്ടെ. സർപ്പദോഷങ്ങൾ മാറട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ആനന്ദവും പുത്രന്മാരും ഉണ്ടാവട്ടെ. ഐശ്വര്യത്തോടെ വാഴുമാറാവട്ടെ. എസ് ഫോർ ശാസ്ത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.